അച്ഛനോ? ഇരിക്കാനൊന്നും നേരമില്ല മോളെ. ആ, നമ്മുടെ പരമേശ്വരൻ നായരുടെ മൂത്ത മോന്റെ നിശ്ചയമാ. ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കങ്ങ് പോണം. മോള് സ്കൂളിൽ പോയ ചേച്ചി, നീ വരുമെന്ന് പറഞ്ഞ് പോകാതിരുന്നതാ. ഉച്ചക്കെത്തും. രാജന് ഇവളുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടില്ലേ മോളെ? നാളെ അല്ലേ ഇന്റർവ്യൂ? രാജേട്ടൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഷൈനി, അച്ഛനറിയില്ലേ? ഷൈനി കോട്ടയത്തുള്ള, ഇവിടെ താഴെ താമസം. എന്നെ ഓർക്കുന്നു? പിന്നെ പഴയ ചങ്ങാതിമാർ രണ്ടിനും ഒരിടത്ത് തന്നെ എത്തി. ആഹാ, ശ്രീലക്ഷ്മിയോ? നീയും ഒത്തിരി വളർന്നുവല്ലോ. അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ ചേച്ചി? ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെന്നെ ഉടനെ പോകുന്നേ? ഒരു കല്യാണം വെച്ചുകൊണ്ട് മോളെ, അടുത്താണ് വരുമ്പോ കാണാം. വരട്ടെ. നീ എത്രയല്ലേ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി. രാജേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വന്നേക്കാം. ഷൈനി, ഷൈനി നീ പോകുന്നുണ്ട്, വേമാ ഇതാ വരണടി. രാജേട്ടാ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യണേ. കേറ്. ആഹാ, അവിടെ നിക്കേ. നീ എന്താ രാജേട്ടനെ ഡ്രൈവറാക്കാൻ പോവാ? വേണ്ട, കയറിയിരിക്കേ. അത് കൊള്ളാം. ബൈ ബൈ. മേളത്തെ സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ എവിടെ ഉണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്ക് കാര്യമൊന്നും വലിയ പ്രശ്നമല്ല. ഇത് താഴത്തെ സാറും മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. സാറിന് തൂക്കി തരുന്നുണ്ടോ? അല്ല, വല്ലോന്റെ കാലത്ത് നമ്മളെന്തിനാ ഈ തലയെടുത്ത്? തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് പോക്കൂ. ശ്രീ, എന്താ ചേട്ടാ? പിന്നെ അകത്ത് ശ്രീലക്ഷ്മി ആയിരുന്നോ? ഞാൻ ശ്രീദേവിയെ വിളിച്ചത്. രാജേട്ടൻ വിളിച്ചോ? രണ്ടാളും എത്തിയല്ലോ. പിന്നെ ശ്രീന്ന് വിളിച്ച രണ്ടാളും എത്തില്ലേ? എന്നെ വീട്ടിൽ ശ്രീന്ന് വിളിക്കുന്നത് ഇതൊരു പ്രശ്നമാണല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ ശ്രീലക്ഷ്മിനെ വിളിക്കും, ഇവളെ ശ്രീന്നും. എന്റെ പൊന്നു അങ്ങനെ വിളിച്ചാൽ മതി. മോള് പോയി കിടന്നു, രാവിലെ സ്കൂളിൽ പോകാനുള്ളല്ലേ? ആ, നമ്മുടെ കൃഷ്ണൻ എപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് പോയത്? തിങ്കളാഴ്ച രാവിലെ എത്താന്നാ പറഞ്ഞത്. എന്താ? അല്ല, നാളെ എറണാകുളം വരെ ഒന്ന് പോണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു... എന്താ ഷൈനി? ശ്രീദേവി, വീട്ടിൽ നിന്ന് അപ്പച്ചന്റെ കോളുണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ അസുഖം? പെട്ടെന്നൊരു തലകറക്കം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുക. രണ്ടുപേരും പോകുന്നുണ്ടോ? ഒന്ന് പോയിച്ച് വരാം. എന്ന് തഴകിയല്ലേ? ഗുഡ് നൈറ്റ്. എന്താ സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സീരിയസ് ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാ. നമ്മുടെ മദർലോയെ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യും. അതിന്റെ ഏനക്കേടാ. ചുരുക്കി പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത് പോയിച്ച് വരട്ടെ. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ, എന്നാ തരണം? ഒന്ന് നിക്കണേ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. വിമാനത്താവളത്തിലെ റോയിച്ചന്റെ വീട് ഏതാ? ആ കാണുന്നതാ അവിടെ. ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോലിച്ചേരുടെ വീടായിരിക്കും. അത് ശരി, നോക്കാം. കൂടാരം. നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നത്തിനടി? അല്ല, ബെഞ്ചിടാ. കർത്താവേ, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി വല്ലയിടത്തും തെണ്ടാൻ പോയിരിക്കും. നീനകത്തുനിന്നാണോ? എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവൾ അന്നാമ്മ, എന്റെ കെട്ടിയോളാ. ഇവിടെ താമസിക്കുന്ന റോയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. ഷൈനിയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ, നമ്മളിനി എന്നാ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചിലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചിയും റോയിയുടെ അമ്മച്ചിയും ചേട്ടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധമൊന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു പോകും വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശോയെ, എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ഇനിയിപ്പോ എന്നായോ അന്നാമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ. കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കാവോ? അയ്യോ, ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. എന്റെ അൾമിരാന്ത് ബ്ലോനെ, മുട്ടിനൊരു വേദന. രാജേട്ടാ,
റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്ന് താഴെ നിൽക്കുന്നു. അവരോട് ഉണ്ടാകുന്ന കരുതി വന്നതാ. റോയ്ച്ചന് ഷൈനി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വിളിച്ചിരുത്തിയാലോ? അവര് ലോഡ്ജിൽ മുറിയെടുക്കാൻ ആലോചിക്കാം. ഇപ്പോ എന്തുകൊണ്ടാണ് നീ പറയുന്നത്? നമ്മളിവിടെ ഉള്ളപ്പോ ലോഡ്ജിൽ മുറിയെടുപ്പിച്ച റോയ്ച്ചൻ എന്ത് വിചാരിക്കും? അവരിന്ന് വൈകിട്ടിന് എത്താതിരിക്കില്ലല്ലോ. എവിടെ വിളിക്കാനാ? പാലായ്ക്ക് പോയവരെ കോട്ടയത്ത് വിളിച്ചാ കിട്ടുവോ? എനക്ക് തലയ്ക്ക് വട്ടാ. നേരാ, എനിക്കത് പോയില്ല. നിനക്കത് പോകത്തില്ല. നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ? താറാവിന്റെ മന്നത നിനക്കും ഉണ്ടേ. വരൂ, നമുക്ക് മുകളിലേക്ക് പോകാം. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നമ്മോ. അവര് വരുന്നത് വരെ ഇവിടെ ഇരിക്കാം. അവരിന്ന് വന്നില്ലെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം. അയ്യോ, ഇത് ഇതിയാന്റെ കൂടെ പറപ്പാ. വായുവിന്റെ ഉപദ്രവാ. ഒന്നും വിചാരിക്കില്ലേ? ഇല്ല, വാ. അയ്യോ, കെട്ടിയവനായിരിക്കുമല്ലയോ? അതെ. യോ, ശ്രീരാമനെയും പാർവതിയും പോലുണ്ട്. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. അയ്യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ? കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കിലാ. അയ്യോ, ഇക്കാലത്ത് ചിട്ടിക്കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യവാ അല്ലയോ? എനിക്ക് എനിക്ക് വയ്യ. ഒന്നും വിചാരിക്കല്ലേ. ഇച്ചായന് അത് അവിടെ ഉണ്ട്. അവിടെ ആയിരിക്കുമല്ലേ? വെച്ചോ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ല, കൊച്ചു ബുദ്ധിമുട്ടണ്ട. അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഏറ്റ്. ഒന്ന് പിടിച്ചോ. അവിടെ ആയിരിക്കുമല്ലേ? അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യം അല്പം ജീരകം വേണമായിരുന്നു. ഇവിടെ എവിടാ ജീരകം വെച്ചിരിക്കുന്നത്? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അത് ഇവിടെയാണോ? റോയ്ച്ചന്റെ ചേട്ടന്റെ ഭാര്യ. കിട്ടി കിട്ടി കിട്ടി. ജീരകം കിട്ടി കിട്ടി. എനിക്ക് വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ ഇയാളെ ഇവിടെ ഞാൻ ഇട്ടത്? എനിക്ക് വെള്ളം വേണമെന്ന് മാറ്റി വെച്ചോട്ടെ. അതിയാനേ, വായുവിന്റെ അസുഖം. വെള്ളം കൊടുത്തില്ലേ ചിലപ്പോ ചത്തുവോ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നാ ചെയ്യാനാ? ഇപ്പൊ ആവും. അതിവിടെ ഇരിക്കട്ടെ. അന്നമ്മോ, വേഗം കൊണ്ടുവന്നേടി. ദാ വരുന്നു. എന്റെ കർത്താവേ, നല്ല ചൂടുണ്ടേ, സൂക്ഷിച്ചു കുടിക്കണം. മുറുക്കാൻ എന്തിയേ? അതിന്റെ പുറത്താ കയറിയിരിക്കുന്നു. സൂക്ഷിച്ചു കുടിക്കണം. വിശേഷമായി. നില്ല് നില്ല് നില്ല്. ഇത് എന്നാ പോക്കാ? ആരാ? നിങ്ങളാരാ? കൊച്ചു കൊള്ളാവല്ലോ. ഞങ്ങൾ ഇവിടുത്തെയാ. അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. ഇതാരാ മമ്മി? റോയ്ച്ചന്റെ ചേട്ടനും ചേട്ടത്തിയാ മോളെ. അയ്യോ, ഇത് ഗ്യാസ് ആവുഞ്ഞേ. അയ്യോ, അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടറൊന്നും കാണിച്ചില്ല. പിന്നില്ലേ, കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നു വിടും. അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്തച്ഛനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ എങ്ങനെ വിളിക്കുന്നേ? അതെ അതെ അതെ, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇതൊന്നും ഇരിയാന് കൊടുക്കാൻ മേല. അപ്പൊ പ്രത്യേകമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കണം. എന്നാ ഞാനും കൂട്ടി അല്ലട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിലും ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാവല്ലോ. ഒരുവിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. മുറിക്കാതിരുന്നാലേ അസുഖം കൂടും. പുറത്തിറങ്ങിയ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കുകയല്ലെന്ന് എനിക്കറിയാം. താഴെ കാർ കിടക്കുന്നത് കണ്ടുകൂടെ? തുപ്പാൻ മരങ്ങ് സ്ഥലം കണ്ടില്ലേ? താൻ ഏത് കോത്താഴ്ത്തുകാരനാടു? മുറുക്കിയ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെ എങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നേ? ഇയാളെ ഏത് കോത്താഴ്ത്തുകാരനാ? ഇതിവിടെ കിടക്കട്ടെ, കാണേണ്ടവർ കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവർ കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാം.